കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾക്ക് കാരണമായ ഒന്നാം ലോക മഹായുദ്ധം, അത് എവിടെ നിന്ന് തുടങ്ങി, എന്തായിരുന്നു കാരണം, ആർക്കിടയിലാണ് സംഭവിച്ചത്, എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഗൈസ്, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഷാമിൽ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോയിലോട്ട് പ്രവേശിക്കാം. ആദ്യം തന്നെ ഈ ക്രൂരമായ സംഭവം ആർക്കിടയിൽ നടന്നതാണെന്ന് നോക്കാം, അഥവാ ഏത് രാജ്യങ്ങൾക്കിടയിലായിരുന്നു എന്ന്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് ടീമായിട്ടായിരുന്നു ആയുധം നടന്നിരുന്നത്. ഒരു ടീമിൽ ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും റഷ്യയും അടങ്ങുന്ന ഒരു ടീമും, മറ്റേ ടീം ജർമ്മനി, ഓസ്ട്രിയ, ഒട്ടോമൻ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളടങ്ങുന്ന ഒരു ടീമുമായിരുന്നു. ഇനി നമുക്ക് ഈ യുദ്ധമുണ്ടാവാനുള്ള കാരണമെന്തായിരുന്നു എന്ന് നോക്കാം. യൂറോപ്പിലെ തീവ്രമായ ദേശീയത, സാമ്രാജ്യത്വ മത്സരം, സൈനികവൽക്കരണം, സഖ്യകക്ഷികളുടെ രൂപീകരണം എന്നിവയാണ് യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന പശ്ചാത്തല കാരണങ്ങൾ. ഇനി നമുക്ക് യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്, അഥവാ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധം പ്രധാനമായും യന്ത്രത്തോക്കുകൾ, പീരങ്കികൾ, വിഷവാതകം, ടാങ്കുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ എന്നീ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് നടന്നത്. കൂടാതെ തോക്കുകൾ, ബോംബുകൾ, ഫ്ലെയിം ത്രോവറുകൾ എന്നിവയും ട്രെഞ്ച് യുദ്ധങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം. ഇനി നമുക്ക് ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്, അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളവ നോക്കാം. ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും അടങ്ങുന്ന ടീം തന്നെയാണ്. അതിന് കാരണം അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആയുധ ബലം ഉണ്ടായിരുന്നത്. 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധം ലോകചരിത്രത്തിൽ വൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിവെച്ചു. മാത്രമല്ല, സഖ്യശക്തികളുടെ വിജയത്തോടെ അവസാനിച്ച യുദ്ധം ജർമ്മനി, ഓസ്ട്രിയ, റഷ്യ, ഉസ്മാനിയ എന്നീ 4 പ്രധാന സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതിനു പുറമെ ഈ യുദ്ധത്താൽ യൂറോപ്പിലെ ഭൂപടം പുനർനിർമ്മിക്കപ്പെടുകയും പോളണ്ട്, ചെക്കോസ്ലോവാക്യ, യൂഗോസ്ലാവിയ തുടങ്ങിയ പുതിയ രാഷ്ട്രങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഇരു ടീമുകളിൽ നിന്നും വലിയ ആളുകൾ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ യുദ്ധമായാണ് അറിയപ്പെടുന്നത്.